നമസ്കാരം. നടി ലെനയ്ക്ക് സൈബറിടത്തിൽ പൊങ്കാല. മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളെ ഒന്നിലേറെ തവണ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് നടി നടത്തിയ വെളിപ്പെടുത്തലാണ് വലിയ ചർച്ചകൾക്കും ട്രോളുകൾക്കും കാരണമായിരിക്കുന്നത്. ബിഗ് ക്യൂ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ ഈ തുറന്ന പറച്ചിൽ. ടോക്ക് ടു ദ എൻറ്റിറ്റീസ് എന്ന പുസ്തകം വായിച്ചതിന് ശേഷമാണ് തനിക്കുള്ള ഈ കഴിവ് താൻ തിരിച്ചറിഞ്ഞതെന്ന് നടി ആ അഭിമുഖത്തിൽ പറയുന്നു. 1-2 വട്ടം ആത്മാക്കളെ താൻ കണ്ടിട്ടുണ്ടെന്നും ആ സമയത്ത് അവർ ആത്മാക്കളാണെന്ന് പോലും താൻ തിരിച്ചറിഞ്ഞില്ലെന്നും ലെന പറയുന്നു. പലർക്കും ആത്മാക്കളെ വ്യക്തമായി കാണാം. അങ്ങനെ കാണാൻ കഴിയുന്ന സുഹൃത്തുക്കൾ തനിക്കുണ്ടെന്നും ലെന പറഞ്ഞു. ലെനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ 1-2 വട്ടം ആത്മാക്കൾ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ സുഹൃത്തിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉറക്കത്തിൽ നിന്നും എണ്ണീറ്റപ്പോൾ പൊക്കമുള്ള ഒരാൾ ജീൻസും ജുബയും തോളിൽ ഒരു സഞ്ചിയുമായി നടന്നങ്ങ് പോയി. ഞാൻ ഞെട്ടി. ഉറങ്ങുന്ന റൂമിൽ നിന്ന് ഒരാൾ നടന്നു പോയോ? നോക്കിയപ്പോൾ അപ്പുറത്ത് പോകാൻ വഴിയൊന്നുമില്ല, ജനലാണ്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സുഹൃത്ത് ആളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹമാണെന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചു പോയിട്ട് കുറച്ചായി, പക്ഷേ ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചുനാൾ എനിക്ക് കാണാനുള്ള സിദ്ധി തുറന്നു കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ തന്നെ അത് അടച്ചുപൊട്ടിയെന്നല്ല എന്നെ പറയുന്നു. പേടിച്ചിട്ടല്ല, വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഇനിയും ആ മേഖലയിലേക്ക് പോകാനില്ല. ഇവിടെ മനുഷ്യന്മാരെ തന്നെ ഡീൽ ചെയ്യാനുണ്ട്. ഇനി ശരീരമില്ലാത്ത മനുഷ്യരെ കൂടി ഡീൽ ചെയ്യാൻ വയ്യ. ടോക്ക് ടു ദ എൻറ്റിറ്റീസ് എന്ന ബുക്കിലൂടെയാണ് എനിക്കിത് സാധ്യമായത്. ആ ബുക്കിൽ പറയുന്നത് നമുക്ക് ആത്മാക്കളോട് സംസാരിക്കാമെന്നാണ്. മനുഷ്യന്മാരിലുള്ളതുപോലെ നെഗറ്റീവും പോസിറ്റീവുമായ എനർജികളുണ്ട്. ഭാഗ്യത്തിന് എനിക്ക് നെഗറ്റീവായതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. നമുക്കൊരു മുറിയിൽ ഒരു പ്രസൻസ് തോന്നിയേക്കാം, പക്ഷേ ഭയം കാരണം നമ്മൾ അതുമായി സംസാരിക്കില്ല. പലർക്കും വ്യക്തമായി തന്നെ ആത്മാക്കളെ കാണാം. ആത്മാവ് എന്നല്ല ഞാൻ വിളിക്കുന്നത്. ഒരാൾ മരിച്ചാൽ അയാളുടെ എനർജി ഇംപ്രിറ്റ് ഇവിടെ നിന്ന് പോകാൻ കുറച്ച് സമയമെടുക്കും. മരിക്കുമ്പോൾ പോകുന്നത് ശരീരമാണ്. മനുഷ്യൻ ശരീരം മാത്രമല്ല, എനർജി ഇംപ്രിൻറ്റ് കുറച്ച് നാൾ ഇവിടെ തുടരും. മരണത്തിൻ്റെ അവസ്ഥയും മാനസിക സംഘർഷത്തെയും ആശ്രയിച്ചിരിക്കും എത്ര നാൾ എന്നത്. ഇതിന് കുറേ ഉദാഹരണങ്ങളുണ്ടെന്നും നടി പറയുന്നു. ഇത് കാണുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഞാൻ വേണ്ട എന്ന് വെച്ചതാണ്. CCTVയിൽ ഒരിക്കൽ ഹ്യൂമൻ ബോഡി ഡിറ്റക്റ്റഡ് എന്ന് കാണിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. എൻറ്റിറ്റികളെ കാണാൻ സാധിക്കുന്ന സുഹൃത്തിന് അയച്ചു കൊടുത്തു. എനിക്കൊരു സർക്കിൾ ചെയ്ത് അയച്ചു തന്നു. അതിൽ എനിക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു എന്ന് ലെന ഈ അഭിമുഖത്തിൽ പറയുന്നു. മരിക്കുമ്പോൾ ആദ്യം ശരീരം മാത്രമാണ് പോകുന്നത്. മനുഷ്യന് ശരീരം മാത്രമല്ലല്ലോ, ഒരു മനസ്സുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുണ്ട്, അവരുടെ എനർജി ഇംപ്രിൻ്റ് ഉണ്ട്. അതിവിടെ കുറച്ച് നാൾ തുടരും. അത് നിങ്ങളുടെ മരണത്തിൻ്റെ അവസ്ഥ പോലെ ഇരിക്കും. മരിക്കാൻ താല്പര്യമില്ലാത്ത മരണം സംഭവിക്കുന്നവർ, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള വിഷമത്തിൽ മരിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിലും എൻറ്റിറ്റി തുടരും. ശരീരം മാത്രമാണ് അപ്പോൾ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ അധികം പുസ്തകങ്ങളും ഉദാഹരണങ്ങളുമുണ്ട്. ഇതൊക്കെ പാരാസൈക്കോളജി എന്ന ഫീൽഡിൽ വരുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്നുമില്ല. ഇത് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് കാണുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടെന്നും അവർ പറയുന്നു. ഇങ്ങനെയൊന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുമുണ്ട്. അവരോട് ചോദിക്കേണ്ടത് ഇതിങ്ങനെയില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതും ഒരു വിശ്വാസം മാത്രമാണോ? അതോ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോ ഇങ്ങനെയില്ല എന്ന്? ഈ ലോകം തന്നെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇതൊരു മായാലോകം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടേതായ വിശ്വാസങ്ങളിലൂടെയാണ്. അതിലൂടെയാണ് ഈ എനർജിയെ കാണുന്നതെന്നും ലെന പറയുന്നു. ഇതിലൊരു തെറ്റും ശരിയുമില്ല. നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് ഈ ലോകം കാണുന്നത്. വേറൊരു വ്യക്തി കാണുന്ന ലോകം അയാളുടെ കാഴ്ചപ്പാടിലൂടെ അയാൾ കാണുന്ന ലോകമാണ്. എൻ്റെ ജീവിതം എന്തെന്ന് എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്ക് പോലും കൃത്യമായി അറിയണമെന്നില്ല. ഞാൻ കാണുന്ന കാഴ്ചകളും വികാരങ്ങളും എൻ്റെ കണ്ണിലൂടെ എനിക്ക് മാത്രമേ കിട്ടൂ എന്നും നടി പറയുന്നുണ്ട്. ലെനയുടെ ഈ വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. പ്രത്യേകിച്ച് അതിനേക്കാൾ ഉപരി ഇത് വലിയ ട്രോളുകൾക്കാണ് കാരണമായത്. പരിഹാസ രൂപേണയായിരുന്നു ഈ വിഷയത്തിൽ പലരും പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അക്കൂട്ടത്തിലുള്ള 1-2 കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു: ഈ തുഫാൻ സമയത്തും ഇവർക്ക് മാത്രം എങ്ങനെ കറക്റ്റായിട്ട് സാധനം കിട്ടുന്നു? ഇപ്പോൾ കാണിച്ചാൽ ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ മാറും, ഇല്ലെങ്കിൽ ചെങ്ങലക്കിടേണ്ടി വരും. തൽക്കാലത്തേക്ക് ഞാനൊരു ചരട് മന്ത്രിച്ചു തരാം, പിന്നെ ചികിത്സ മുടക്കരുത്. മന്ത്രം കൊണ്ട് മാത്രം ശരിയാവില്ല, മരുന്നും നേരാവണ്ണം കഴിക്കണം. അയാൾ പെൻഷൻ വാങ്ങാൻ വരുമ്പോൾ പിടിക്കാം. സിനിമ കിട്ടാതെ വന്നപ്പോൾ പിരാന്തായതാണ്. ഇങ്ങനെ പോകുന്നു അത്തരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള കമൻറ്റുകൾ.